എവിടെയാണെന്നോ എന്ത് സംഭവിച്ചെന്നോ എനിക്കറിയില്ല. 1 മാസമാവുന്നു അവനെ കാണാതായിട്ട്. ഇനി തിരക്കാനൊരിടവും ബാക്കിയില്ല. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ചോദിക്കുമ്പോഴൊക്കെ അവരന്വേഷിക്കുന്നുണ്ടെന്ന് പറയും. ദിവസവും പള്ളിയിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കും, എന്റെ മോനൊരു ആപത്തും വരുത്തല്ലേ കർത്താവേന്ന്. രേഷ്മ അയാളുമായി അടുപ്പത്തിലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. എനിക്കറിയാം, അവനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അവന്റെ കൂടെ ഇവിടെ വന്നിരുന്നു. നല്ല പ്രകൃതം, എനിക്കിഷ്ടമായി. അവളിപ്പോ മെന്റൽ ഹോസ്പിറ്റലിലാണ്, നല്ല സുഖമില്ല. ദൈവമേ, എന്തു പറ്റിയ കുട്ടിക്ക്? അറിയില്ല. അരുണിനെ കാണാതായതും രേഷ്മയുടെ അസുഖവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമോ? എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു. അവരെന്റെ മോനെ കൊന്നു കാണുമോ? ആര്? അരുണിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം. നമുക്ക് അരുണിനെ കണ്ടുപിടിക്കണ്ടേ? അതൊരു മ്യൂസിക് ട്രൂപ്പൊന്നുമല്ല, മാഫിയ സംഘ. ആ ഹോട്ടലിലെ മുതലാളി തന്നെ അതിന്റെ നേതാവ്. മ്യൂസിക് പ്രോഗ്രാം എന്ന് പേരേ ഉള്ളൂ. കള്ളക്കടത്തായിരുന്നു. ദുബായിക്കും സിംഗപ്പൂർക്കും ഒക്കെ മ്യൂസിക് ഇൻസ്ട്രുമെന്റിനകത്ത് മയക്കുമരുന്ന് വെച്ച് കടത്തുക. അവനും കുറെ കാലം അവരുടെ കൂടെ ആയിരുന്നു. പിന്നെ അവരുമായി തെറ്റി. രേഷ്മയുമായിട്ട് അടുപ്പമായതിനു ശേഷം അത് ആ കുട്ടി നിർബന്ധിച്ചപ്പോ അവൻ അതൊക്കെ അങ്ങ് നിർത്തി. അതോടെ അവർക്ക് അവനോട് വൈരാഗ്യമായി. പിന്നെ ഭീഷണിയും ഫോണിൽ കൂടെയുള്ള വെരുട്ടലും, ഒരു സ്വൈരവും ഉണ്ടായിരുന്നില്ല. ഈ കാര്യമൊക്കെ അമ്മ പോലീസിൽ അറിയിച്ചില്ലേ? ഞാനൊന്നും പറയാൻ പോയില്ല. അവൻ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉള്ള സ്വൈരം കൂടി ഇല്ലാതാക്കണ്ടല്ലോ. വന്നിട്ട് കുടിക്കാനൊന്നും തന്നില്ലല്ലോ. ഞാൻ ചായ എടുക്കാം. റോയ്, the worst has happened. ഇപ്പൊ എനിക്കെല്ലാം ക്ലിയർ ആകുന്നുണ്ട്. കടലും അരുണിന്റെ മിസ്സിങ്ങും. ഇനി നമുക്ക് രേഷ്മയിൽ നിന്ന് തന്നെ എല്ലാം അറിയാം. രേഷ്മ, can you hear me? ഞാൻ ചോദിക്കുന്നതിനൊക്കെ രേഷ്മ മറുപടി പറയും അല്ലേ? രേഷ്മയ്ക്ക് മ്യൂസിക് ഇഷ്ടമാണോ? ആൻഡ് യു ലവ് ഡാൻസിങ്. രേഷ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? വയലറ്റ്. രേഷ്മയ്ക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടം? അമ്മച്ചി. രേഷ്മ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയെ സ്വപ്നം കാണാറുണ്ട് അല്ലേ? സ്വർഗത്തിൽ നിന്നും അമ്മച്ചി രേഷ്മയെ വിളിക്കുന്ന പോലെ തോന്നും അല്ലേ? പിന്നെ ആരെയാ രേഷ്മയ്ക്ക് ഇഷ്ടം? റോയ്ച്ചാനെ? അരുണിനെ ഇഷ്ടമല്ലേ രേഷ്മയ്ക്ക്? രേഷ്മ, listen to me. Nothing to worry. Relax. Relax. ഇപ്പോൾ രേഷ്മയുടെ മനസ്സ് ശാന്തമാണ്. മുൻപ് നടന്നതൊക്കെ രേഷ്മയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്ന് രേഷ്മ അരുണിനോടൊപ്പം ബീച്ചിൽ പോയി അല്ലേ? പോണ്ടേ? ട്രെയിനിന് സമയമാവുന്നു. ഇല്ല, ഞാൻ പോവില്ല. അരുൺ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവില്ല. പോയാൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അരുൺ അവര് വെറുതെ വിടില്ല. പേടിക്കണ്ട, അവരെന്നെ ഒന്നും ചെയ്യില്ല. ഇല്ല, അവര് പകരം വീട്ടാതിരിക്കില്ല. അരുൺ എന്തെങ്കിലും സംഭവിച്ചാൽ... ഏയ്, കരയണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. രേഷ്മ, പിന്നെന്താ ഉണ്ടായത്?
റിലാക്സ് റിലാക്സ് റിലാക്സ്. വെൽക്കം. ഓക്കെ. ഇതുവരെ സിഗ്നൽ ഫ്ലാഗ് കിട്ടിയില്ലല്ലേ? ഇല്ലെന്നേ. ഫ്ലാഗ് ഇല്ലാത്ത കാരണം ഇന്നലെ ഒരു ഗുഡ്സ് ഇവിടെ നിർത്താതെ പോയി. ക്രോസിംഗ് ആയിരുന്നേ. KK എക്സ്പ്രസുമായി കൂട്ടിയിടിച്ച് 650 പേർ മരിച്ചു. പേപ്പറിൽ വായിച്ചില്ലേ? ഇല്ല, രാവിലെ വായിച്ചില്ലേ. ഇനി അന്വേഷണ കമ്മീഷൻ വരുമ്പം എന്നെ കുറ്റം പറയും. ഇനി സിഗ്നൽ ഫ്ലാഗ് കിട്ടിയില്ലെന്ന് വെച്ച് ഒരു ട്രെയിനും കൂട്ടിയിടിക്കണ്ട. ഇതാ ഇതെന്താണൊരു പ്രാന്തന്മാരെ പോലെ? ഇത് കേട്ട എന്റെ തലക്ക് ഭ്രാന്ത് പിടിക്കൂലോ? അല്ല, എനിക്ക് മനസ്സിലാകാണ്ട് ചോദിക്കണം. ഇവന്മാരുടെ തലക്കൊക്കെ ഭ്രാന്താണ്. ഇവിടെ താളത്തുള്ള നിങ്ങളുടെ തലക്ക് എന്താ വട്ടുണ്ട? ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഡോക്ടർമാരല്ലേ? ഇത് ശരിയാവൂല. നമ്മളെ കമ്പനി ശരിയാവൂല. ഇത് തുടങ്ങിയെന്നാ തോന്നണേ. പകരും പുറത്തേക്ക് വരണം. പുറത്തേക്ക് വരാൻ എനിക്ക് വരണം. വരണം. കണ്ണു തുറക്കാൻ പറ്റും. ഞാനല്ലേ പറയുന്നത്? വേണ്ട, കണ്ണു പറ്റും പറ്റും. ഞാനല്ലേ പറയുന്നത്? കണ്ണു തുറക്കണം. കണ്ണു തുറക്കണം.